വീട്ടിന്റെ ഉള്ളില് ചിത്രം കുറെ വരച്ചിട്ടുണ്ട്. അത് ആടെ സ്ഥലം കഴിഞ്ഞതുകൊണ്ട് പുറത്തേക്ക് വന്നതാണ്. വെറുതെ ചുമര് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് വരക്കാന്ന് വെച്ചിട്ട് വരച്ചതാണ്. പ്രതാപകാലത്തെ ചുമർ ചിത്രങ്ങൾക്ക് നിറം പറ്റിയെങ്കിലും അനന്യയുടെ ചായക്കൂട്ടുകൾ തളിപ്പറമ്പിന് വീണ്ടും നിറം നൽകുകയാണ്. പുതിയ ശൈലിയിൽ വലിയ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയാണ് കണ്ണൂർ തളിപ്പറമ്പ് പുളക്കുഴങ്ങര ജനകീയ വായനശാലക്ക് സമീപത്തെ അനന്യ പ്രകാശ്. കടലാസുകളിലും പുസ്തകങ്ങളിലും വീടിനകത്തും ഒതുങ്ങുന്നതല്ല അനന്യ എന്ന +2 വിദ്യാർത്ഥിനിയുടെ സ്വപ്നങ്ങൾ. നിറങ്ങൾ കൊണ്ട് ലോകം കീഴടക്കിയവരുടെ കൂട്ടത്തിൽ തന്റെ പേരും ചേർക്കപ്പെടാൻ ഓർമ്മ വെച്ച നാൾ മുതൽ പരിശ്രമിക്കുകയാണ് ഈ കലാകാരി. വരക്കാനായി നിറങ്ങളെടുത്താൽ രാവെന്നോ പകലെന്നോ ഇല്ല. കാണുന്ന ഇടങ്ങളെല്ലാം അനന്യയ്ക്ക് ക്യാൻവാസുകളാണ്. കടലാസുകൾക്ക് പുറമെ മുറിക്കുള്ളിലെ ചുമരുകളിലായിരുന്നു അനന്യ തന്റെ ചിത്രങ്ങൾക്ക് ജന്മം നൽകിയിരുന്നത്. അങ്ങനെ പല ചിത്രങ്ങളും വരച്ചു, പല പരീക്ഷണങ്ങളും നടത്തി. എന്നാൽ അതൊന്നും അനന്യയെ തൃപ്തിപ്പെടുത്തിയില്ല. വലിയ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ അനന്യയ്ക്ക് വേണ്ടിയിരുന്നത് വലിയ ക്യാൻവാസ് ആയിരുന്നു. വീടിനകത്തെ ഇടങ്ങളിലെല്ലാം വരച്ചു കഴിഞ്ഞപ്പോൾ ഒടുവിൽ വീടിനോട് ചേർന്നുള്ള മതിലിൽ അനന്യ തന്റെ വലിയ ക്യാൻവാസ് കണ്ടെത്തി. ചിത്രകലയുടെ ബാലപാഠം പോലും അഭ്യസിക്കാത്ത അനന്യ വെള്ളപൂശിയ മതിലിൽ വര തുടങ്ങി. അനന്യയുടെ കഴിവിൽ വിശ്വാസമുള്ള കുടുംബം പൂർണ്ണ പിന്തുണയുമായി കൂടെ നിന്നു. വരയുടെ ഘട്ടങ്ങൾ ഓരോന്ന് താണ്ടിയപ്പോൾ പിന്തുണ കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വരെ കിട്ടിത്തുടങ്ങി. മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയായ അനന്യ പഠന സമയം ഒഴിച്ച് രാവിലെ 6 മുതൽ 8 മണിവരെയും വൈകുന്നേരം 6 മുതൽ 11 മണിവരെയും ഇടവേളകളില്ലാതെ വരച്ചു. അനന്യയ്ക്ക് കാവലായും കരുത്തായും അച്ഛൻ പ്രകാശനും അമ്മ സനിജയും സഹോദരി ആതിരയും കൂട്ടിരുന്നു. ഒടുവിൽ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ പൂർത്തിയായി. വീട്ടിന്റെ ഉള്ളില് എല്ലാം ചിത്രം വരച്ചു. പകുതിയെല്ലാം ഫുള്ള് ചിത്രമാണ്. അപ്പം അതുകൊണ്ട് വെറുതെ പുറത്തെ ചുമര് കുറെ മുന്നേ പെയിന്റ് അടിച്ചത് ഞാൻ അച്ഛനും കൂടി തന്നെ പെയിന്റ് അടിച്ചത്. അന്നേരം ജസ്റ്റ് ചുമര് കണ്ടുകൊണ്ട് ഒറ്റ ചിത്രം വരക്കാനേ വിചാരിച്ചിട്ടു. അത് വരച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും കണ്ട് നല്ല പ്രോത്സാഹനം തന്ന് അപ്പോൾ ബാക്കിയും വരക്കണം എന്ന് വെച്ചിട്ട് കുറച്ച് ചിത്രം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വരച്ചതാണ്. ഞാൻ ഇത് വരക്കാൻ വേണ്ടിയിട്ട് അക്രിലിക് ഫാബ്രിക്കാണ് യൂസ് ആക്കിയിന്. ഞാൻ വരക്കുന്ന ടൈം എൻ്റെ അച്ഛനും അമ്മയും ചേച്ചി എല്ലാം ഫുൾ ടൈം കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ വരക്കല്, പുലർച്ചക്കൊക്കെ ഇടിച്ചിട്ടാണ് വരക്കല്, ആള് കുറവായ ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നാട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു. ഇടക്കിടക്കെ വന്നോണ്ട് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അനന്യ വരച്ച തെയ്യത്തിന് സമാനമായ മനോഹര രൂപങ്ങൾ എല്ലാവരെയും ആകർഷിച്ചു. മോഡേൺ ആർട്ട് ശൈലിയിലുള്ള വ്യത്യസ്ത മുഖങ്ങളാണ് അനന്യ വരച്ചിരിക്കുന്നത്. ചുവപ്പും മഞ്ഞയും പച്ചയും നീലയും തുടങ്ങി കടും നിറത്തിലുള്ള അക്രിലിക് പെയിന്റുകൾ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളായതുകൊണ്ട് ഇതുവഴി പോകുന്ന യാത്രക്കാർ പോലും ഒന്ന് നോക്കി നിന്നുപോകും. ചിത്രങ്ങൾ ചർച്ചയായതോടെ നിരവധി അഭിനന്ദനങ്ങളും അനുമോദനങ്ങളുമാണ് അനന്യയെ തേടിയെത്തുന്നത്. കൂടാതെ സ്കൂളുകളിലും മറ്റും ചിത്രങ്ങൾ വരക്കാനായി നിരവധി ആളുകൾ സമീപിക്കുന്നുമുണ്ട്. ചിത്രരചനയ്ക്ക് പുറമെ നൃത്തത്തിലും കഴിവ് തെളിയിച്ച് അംഗീകാരങ്ങളും സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് ഈ കലാകാരി. അതുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കാനുള്ള അനന്യയുടെ യാത്രയിൽ തളിപ്പറമ്പുകാരുടെ ആശീർവാദങ്ങളും കൂടെയുണ്ട്.